ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. ഇന്ന് ലോക റേഡിയോ ദിനം. ആകാശവാണിയിലെ വാർത്തകളും കൗതുക വാർത്തകളും ശ്രോതാക്കളുടെ മനസ്സിന്റെ താളമാക്കിയത് രാമചന്ദ്രനാണെന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിയാവില്ല. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് എന്ന ആമുഖത്തോടെ ഒരു കാലത്ത് മിമിക്രി വേദികളിൽ നിറഞ്ഞു നിന്ന ശബ്ദമായിരുന്നു രാമചന്ദ്രന്റേത് എന്നുകൂടി അറിയണം. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോഴാണ് ആകാശവാണിയാണ് തന്റെ ജീവിതമെന്ന് രാമചന്ദ്രൻ തിരിച്ചറിയുന്നത്. പഠനശേഷം വൈദ്യുതി ബോർഡിൽ ക്ലർക്കായി. പകുതി മനസ്സുമായി ജോലിയിൽ തുടരുന്നതിനിടെയാണ് ഡൽഹി ആകാശവാണിയിൽ കാഷ്വൽ വാർത്തവായനക്കാരനായത്. ജോലിയിൽ പ്രവേശിച്ച് 10ാം ദിവസം വാർത്ത വായിക്കാനുള്ള ഭാഗ്യം രാമചന്ദ്രനുണ്ടായി. 3 വർഷം ഡൽഹിയിൽ തുടർന്നു. ഇന്ദിരാഗാന്ധി വാർത്താവിതരണ മന്ത്രിയായിരിക്കെ രാമചന്ദ്രൻ അടക്കമുള്ളവരെ സ്ഥിരപ്പെടുത്തി. പിന്നീട് കോഴിക്കോടെത്തി. അവിടെ മലയാള വാർത്താ വിഭാഗം രൂപീകരിച്ചു. 2 വർഷത്തിനു ശേഷം തിരുവനന്തപുരത്തെത്തി.